റാന്നിയുടെ ഇന്നത്തെ ആകാശ ദൃശ്യം അതെങ്ങനെയാണെന്ന് നോക്കാം. ദാ ഈ കാണുന്ന പോലെയാണ് ബസ് സ്റ്റാൻഡിലെ ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം റാന്നിയിലെ ആകാശ ദൃശ്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് ഇന്നത്തെ റാന്നി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഓരോ മേഖലയിലെയും കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഇന്ന് എങ്ങനെയാണ് ഇതാ ഈ കാണുന്നത് പോലെയാണ്. ആ വെള്ളം കയറിയ ഇടങ്ങളിലെല്ലാം ഉള്ള ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതിൽ നിന്നും പ്രശ്നം ഒഴിയുന്നില്ല. ഇനി അവിടെ എല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അവിടെ ഉണ്ടായ മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നീക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിനിപ്പോൾ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദാ ഉച്ച സമയമായിരിക്കുന്നു. എങ്ങനെ മാറിയിട്ടുണ്ട്? പൂജ, നമ്മൾ ഇന്നലത്തെ ദൃശ്യങ്ങളും ഇന്നത്തെ ദൃശ്യങ്ങളും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 27 മണിക്കൂറിനുള്ളിൽ വെള്ളം വന്നു കയറി, വെള്ളപ്പൊക്കമായി. കുറേ നേരം വെള്ളപ്പൊക്കത്തിൽ ആളുകൾ അകപ്പെട്ടു. അതിനുശേഷം വെള്ളം തിരിച്ചുപോയി. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ദുരിതമാണ് ഏറെ കഷ്ടം നിറഞ്ഞത്. അപ്പോൾ ആ ഒരു ദുരിതത്തിലൂടെ ഇപ്പോൾ റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റാന്നിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും കടന്നു ചെന്നിരുന്നു. റാന്നി വലിയ പാലത്തിന് താപ്പോട്ടും അതുപോലെ തന്നെ മന്ദിരംപടിയിൽ നിന്ന് വടശ്ശേരിക്കര ഭാഗത്തേക്കും ഉള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ വെള്ളം കെട്ടി നിന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായത്. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ മന്ദിരംപടി, മാമുക്ക് ജംഗ്ഷൻ, അതുപോലുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ ഈ വെള്ളം കെട്ടി നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൂർണ്ണമായിട്ടും വെള്ളം കെട്ടി നിന്ന് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരുന്ന ഒരു നിലയിലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ വെള്ളം പൂർണ്ണമായിട്ടും വലിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. രാവിലെ ആയതോടുകൂടിയിട്ട് വെള്ളം പൂർണ്ണമായിട്ടും പമ്പയാറ്റിലേക്ക് വലിഞ്ഞു. റാന്നിയിൽ വെള്ളം കെട്ടി നിന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം വെള്ളം തിരികെ പമ്പയാറ്റിലേക്ക് തന്നെ ഇറങ്ങി. എന്നാൽ ഈ വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു റാന്നി പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം മാലിന്യം നിറഞ്ഞ പ്രദേശമാണ്. മാലിന്യം കൂമ്പാരമാണ് ഓരോ പ്രദേശത്തും ഉണ്ടായിരുന്നത്. റാന്നി ബസ് സ്റ്റാൻഡിലൊക്കെ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കിടക്കുകയായിരുന്നു. അതൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. റാന്നി MLA, സ്ഥലം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുമൊക്കെയുള്ള സംഘം അവിടേക്ക് എത്തി രാവിലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിപ്പോൾ ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ വേണം പറയാൻ. ഇനിയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്